ഹായ് ഓൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡി സി കൺവേർട്ടേഴ്സിൽ ബക്ക് കൺവേർട്ടർ, ബൂസ്റ്റ് കൺവേർട്ടർ, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ കൺവേർട്ടേഴ്സൊക്കെ എന്താണ്? നോൺ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കൺവേർട്ടേഴ്സാണ്. എന്താണ് നോൺ ഐസൊലേറ്റഡും ഐസൊലേറ്റഡും? നോൺ ഐസൊലേറ്റഡ് മീൻസ് സോഴ്സ് ആൻഡ് ലോഡ് ആർ കണക്റ്റഡ്. സോഴ്സും ലോഡും നമ്മൾ ബക്ക് കൺവേർട്ടറിലൊക്കെ എന്താണ്? സോഴ്സും ലോഡും ഡയറക്റ്റായിട്ട് കണക്റ്റഡ് ആണ്. ഇതിപ്പോൾ എന്താണ്? ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറാണ്. അപ്പോൾ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൽ ഇതാണ് സോഴ്സ് വരുന്നത്, ഇത് ലോഡ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് സോഴ്സും ലോഡും കണക്റ്റഡായി അല്ലേ? അപ്പോൾ ഇതാണ് 2 ടൈപ്സ് കൺവേർട്ടേഴ്സ് വരുന്നത്. ഐസൊലേറ്റഡ് കൺവേർട്ടേഴ്സും ഡി സി കൺവേർട്ടറിന് നോൺ ഐസൊലേറ്റഡ് കൺവേർട്ടേഴ്സും ഉണ്ട്, ഐസൊലേറ്റഡ് കൺവേർട്ടേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ബക്ക് ബൂസ്റ്റ് പഠിച്ചതിൽ എന്താണ്? ഡയറക്റ്റ് ലോഡും സോഴ്സും കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്താണ്? ഐസൊലേറ്റഡ് കൺവേർട്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഐസൊലേറ്റഡ് കൺവേർട്ടേഴ്സ് മീൻസ് എന്താണ്? നമ്മുടെ സോഴ്സും ലോഡും നമ്മൾ ഡയറക്റ്റായിട്ടൊരു കണക്ഷൻ ഉണ്ടാവില്ല. ഇൻ ബിറ്റ്വീൻ ഒരു ഐസൊലേഷൻ ഉണ്ടോ? അപ്പോൾ എന്താണ് ഐസൊലേഷൻ? ഐസൊലേഷൻ മീൻസ് സെപ്പറേഷൻ. അപ്പോൾ അത് ഡയറക്റ്റ് കോണ്ടാക്റ്റിന് പകരം ഒരു ട്രാൻസ്ഫോമർ എന്താണ്? പ്രൈമറി വൈൻഡിങ്സ് ഉണ്ട്. ട്രാൻസ്ഫോമർ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചാണ്. എന്താണ്? പ്രൈമറി വൈൻഡിങ്സ് ഉണ്ടാവും, ഇതിൻ്റെ ഇടയിൽ എയർ ഗ്യാപ്പ് ഉണ്ടാവും, സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഡ്യൂ ടു ഡയറക്റ്റായിട്ട് ഇവിടുന്ന് ഒരു കറണ്ട്, പ്രൈമറിയിലുള്ളൊരു കറണ്ടായി സെക്കൻഡറിയിലേക്ക് കറണ്ട് I2 I1 എടുത്തു കഴിഞ്ഞാൽ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ഡയറക്റ്റ് കറണ്ട് ഫ്ലോ ഇല്ല. നേരെ മറിച്ച് ഈ I1 കറണ്ട് കൊണ്ട് ഇവിടെ ഒരു ഫ്ലക്സ് ഫൈ ഉണ്ടാവും. ആ ഫ്ലക്സ് സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യും, എന്നിട്ടായിരിക്കും ഇതുവഴി സെക്കൻഡറി കറണ്ട് I2 ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്താ? ഈ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല, പകരം ദർ ഷുഡ് ബി ആൻ ഐസൊലേഷൻ ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഓക്കെ, അപ്പോൾ ഐസൊലേറ്റഡ് കൺവേർട്ടേഴ്സിൽ മെയിനായിട്ട് ഫ്ലൈബാക്ക് കൺവേർട്ടർ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഫോർവേഡ് കൺവേർട്ടർ, പുഷ് പുൾ കൺവേർട്ടർ, ഹാഫ് ബ്രിഡ്ജ്, ഫുൾ ബ്രിഡ്ജ്. അപ്പോൾ ഇത്രയും ടൈപ്സ്, അതായത് 5 ടൈപ്സ് DC കൺവേർട്ടേഴ്സ് നമ്മൾ ഐസൊലേറ്റഡ് കൺവേർട്ടേഴ്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദ്യം ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഐസൊലേറ്റഡ് കൺവേർട്ടേഴ്സ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോൺ ഐസൊലേറ്റഡ് ആൻഡ് ഐസൊലേറ്റഡ്. അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് തന്നെ എന്താണ്? ഈ ഫോർവേഡ് കൺവേർട്ടേഴ്സും ഹാഫ് ബ്രിഡ്ജ് കൺവേർട്ടേഴ്സ്, ഇത് രണ്ടും എന്താണ്? ഡിറൈവ്ഡ് ഫ്രം ബക്ക് കൺവേർട്ടറാണ്. അത് ബക്ക് കൺവേർട്ടേഴ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് ഫോർവേഡ് കൺവേർട്ടറും ഹാഫ് ബ്രിഡ്ജ് കൺവേർട്ടർ. ബക്ക് കൺവേർട്ടർ തന്നെയാണ്, അതായത് സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടർ തന്നെയാണ്, ബട്ട് ദർ ഷുഡ് ബി ആൻ ഐസൊലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഫ്ലൈബാക്ക് കൺവേർട്ടർ എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. അപ്പോൾ DC converters with electrical isolation. അപ്പോൾ electrical isolation in switching DC power supplies provides by a high frequency isolation transformer. അതായത് ഹൈ ഫ്രീക്വൻസി ഐസൊലേഷൻ ട്രാൻസ്ഫോമേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വേരിയസ് ടൈപ്സ് ഓഫ് DC കൺവേർട്ടേഴ്സ് വിത്ത് ഐസൊലേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ 2 ബേസിക് കാറ്റഗറി. അപ്പോൾ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്താം. ബേസ്ഡ് ഓൺ ദി വേ ദ യൂട്ടിലൈസ് ദി ട്രാൻസ്ഫോമർ കോർ. അപ്പോൾ ട്രാൻസ്ഫോമർ കോറിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ട്, അതായത് അതിൻ്റെ കറണ്ടും വോൾട്ടേജിൻ്റെയും പൊളാരിറ്റിയൊക്കെ അനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനെ DC കൺവേർട്ടേഴ്സ്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ ഈ ഐസൊലേറ്റഡ് കൺവേർട്ടേഴ്സിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ്? യൂണി ഡയറക്ഷണൽ കോർ എക്സൈറ്റേഷൻ, അതുപോലെ ബൈ ഡയറക്ഷണൽ കോർ എക്സൈറ്റേഷൻ. യൂണി ഡയറക്ഷണൽ എന്താണ്? ഓൺലി യൂസിങ് 1 ക്വാഡ്രൻറ്റ് ഓഫ് ദി BH ലൂപ്പ്. ബൈ ഡയറക്ഷനിൽ ക്വാഡ്രൻറ്റ് 1ഉം 3ഉം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ പേരിലൊന്നും കേട്ട് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. അപ്പം 2 ടൈപ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ യൂണി ഡയറക്ഷണൽ കോർ എക്സൈറ്റേഷൻ. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷനിൽ യൂണി ഡയറക്ഷണൽ കോർ എക്സൈറ്റേഷൻ നിങ്ങൾക്ക് മൊത്തം കൺവേർട്ടേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ യൂണി ഡയറക്ഷനിൽ വരുന്നതാണ് ഫ്ലൈബാക്ക് കൺവേർട്ടർ, അതുപോലെ ഫോർവേഡ് കൺവേർട്ടർ. ഇനി ബൈ ഡയറക്ഷണൽ കോർ എക്സൈറ്റേഷനിൽ വരുന്നതാണ് പുഷ് പുള്ള്, ഹാഫ് ബ്രിഡ്ജ്, ഫുൾ ബ്രിഡ്ജ്. ഓക്കെ, ഇനി ഈ ഫ്ലൈബാക്ക് കൺവേർട്ടറിന് എന്താണ്? ഡിറൈവ്ഡ് ഫ്രം ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ. അപ്പോൾ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ പഠിച്ച ആൾക്ക് എന്തായിരിക്കും? ഫ്ലൈബാക്ക് കൺവേർട്ടർ
പഠിക്കാൻ സിമ്പിളായിരിക്കും. ബട്ട് ദർ ഷുഡ് ബി എ ട്രാൻസ്ഫോമർ ഓർ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഇൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഫോർവേഡ് കൺവേർട്ടർ ഡിറൈവ്ഡ് ഫ്രം സ്റ്റെപ്പ് ഡൗൺ അല്ലെങ്കിൽ ബക്ക് കൺവേർട്ടറിനെ ഡിറൈവ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ കൺവേർട്ടറിൻ്റെയും ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദീസ് കൺവേർട്ടേഴ്സ് ഈസ് റെഗുലേറ്റഡ് ബൈ മീൻസ് ഓഫ് PWM സ്വിച്ചിങ്. അപ്പോൾ എന്താണ് PWM സ്വിച്ചിങ്? ഞാൻ DC to DC കൺവേർട്ടർ പഠിക്കുമ്പം കൺട്രോൾ സ്കീംസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അവിടെ PWM സ്വിച്ചിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയില്ല. PWM സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. അതായത് നമുക്കൊരു റാമ്പ് വേവ് ഫോംസ് ഉണ്ടാവും, ഇങ്ങനൊരു വേവ് ഫോംസ് ഉണ്ടാവും. അപ്പോൾ ഇതും നമ്മളൊരു കൺട്രോൾ വോൾട്ടേജ് VCയും, അതായത് VR-ഉം VCയും തമ്മിൽ കമ്പയർ ചെയ്യും അല്ലേ? ഇതാണ് VR, ഇതാണ് VC. ഓക്കെ, this one is VR and this one is VC. ഓക്കെ, അപ്പോൾ VR, VC ഇങ്ങനെ രണ്ട് ടൈപ്സ് സിഗ്നൽസ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴാണ് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും, എന്താണ് VR ഗ്രേറ്റർ ദാൻ VC, അതായത് എപ്പോഴാണോ VR VCനേക്കാളും കൂടുതലാവുന്നത് ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഹയർ ഔട്ട്പുട്ട് പൾസ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്താൽ എപ്പോഴാണ് ഇവിടെ VR കൂടുതലാവുന്നത്? ഈ ഒരു കണ്ടീഷനിൽ VR കൂടുതലാണ്, അപ്പോൾ ഇവിടെ VR കൂടുതലാണ്, ഇവിടെ VR കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കേസിലൊക്കെ നമുക്കൊരു പൾസ്, ഒരു പ്ലസ് പൾസ്, 0, ഹൈ, ഇങ്ങനൊരു പൾസ് കിട്ടുമെന്ന് വിചാരിക്കുക. അതായത് എപ്പോഴൊക്കെ VR കൂടുതലാവുന്ന അപ്പം പൾസ് കിട്ടുന്നു. ഈ രീതിയിലൊരു കമ്പറേറ്റർ ഉപയോഗിച്ച് രണ്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് PWM പൾസസ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ VC കുറച്ചുകൂടി മുകളിലോട്ടാണുള്ളതെങ്കിലോ എന്ത് പറ്റും? കൂടുതലാവുമ്പോൾ പൾസിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു അല്ലേ? പൾസ് വിഡ്ത്ത്, അപ്പോൾ നമുക്ക് ഇവിടെ വരക്കാം. പൾസിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പൾസ് ചെറുതായി. അപ്പോൾ ഈ ഒരു പൾസിൻ്റെ ഇതിനേക്കാളും ചെറിയൊരു പൾസായിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെ രണ്ട് സിഗ്നൽസിനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ പൾസ് ഉണ്ടാക്കും. അപ്പോൾ പൾസിൻ്റെ വിഡ്ത്ത് ഈ VC കാരിയറിൻ്റെയും അല്ലെങ്കിൽ റെഫറൻസിൻ്റെയും ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് വേരി ചെയ്യും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് PWM എന്താണെന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫ്ലൈബാക്ക് കൺവേർട്ടർ. അപ്പോൾ ഫ്ലൈബാക്ക് കൺവേർട്ടറിൻ്റെ എന്താണ്, ഫ്ലൈബാക്ക് കൺവേർട്ടറിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുക, സെക്കൻഡ് ഫിഗർ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു ഫിഗറാണ്, സെക്കൻഡ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ മെയിൻ ഫിഗർ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്, എന്താണ് ഫ്ലൈബാക്ക് കൺവേർട്ടർ? ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മുടെ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് ഫ്ലൈബാക്ക് കൺവേർട്ടർ. അപ്പോൾ ഇതിൽ ഒരു ഇൻപുട്ട്, ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ഓക്കെ, VD അല്ലെങ്കിൽ VS അല്ലെങ്കിൽ Vin, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഇൻപുട്ട്. അപ്പോൾ രണ്ട് ട്രാൻസ്ഫോമർ അല്ല, ഇതൊരു ട്രാൻസ്ഫോമർ, ആക്ച്വലി ഇതൊരു ട്രാൻസ്ഫോമറാണ്. ബട്ട് നമ്മളിതെന്താണ്, രണ്ട് ടു ഇൻഡക്റ്റേഴ്സ് ആർ കണക്റ്റഡ്, അതാണ് നമ്മൾ പറയുന്നത്. രണ്ട് ഇൻഡക്റ്റേഴ്സ് കണക്ട് ചെയ്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു ഡയോഡ് ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട് അല്ലേ, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് വോൾട്ടേജ് ഉണ്ട്, അപ്പോൾ ലോഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക, N1 ടേൺസ് ആണ് പ്രൈമറി വൈൻഡിങ്സിന്, സെക്കൻഡറി വൈൻഡിങ്സിന് N2 ടേൺസ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഡക്ടറിന് N1 വൈൻഡിങ്, സെക്കൻഡറിക്ക് N2 വൈൻഡിങ്സ്. അപ്പോൾ ഇതിൻ്റെ പൊളാരിറ്റി നോക്കുക. ഓക്കെ, ഇതിൻ്റെ പൊളാരിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡോട്ട് റെപ്രസെൻറ്റേഷൻ, അതായത് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇതിപ്പം ഇവിടെ പ്ലസ് ആണെങ്കിൽ എന്തായിരിക്കും, ഈ വൈൻഡിങ്സിൽ ഇവിടെ ആയിരിക്കും പ്ലസ്. അതാണ് ഈ രണ്ട് സൈഡിലും ഡോട്ട്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസ് മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് മൈനസ് ആയിരിക്കും. നേരെ മറിച്ച് ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ആണെങ്കിൽ നേരെ മറിച്ച് ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഒരു
എന്താണ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഡോട്ട് പൊളാരിറ്റി കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്വിച്ച്. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്ലൈബാക്ക് കൺവേർട്ടേഴ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിനെ ഡിറൈവ് ചെയ്തതാണ്. ബൈ പ്ലേസിങ് എ സെക്കൻഡ് വൈൻഡിങ് ഓൺ ദി ഇൻഡക്ടർ ഇറ്റ് ഈസ് പോസിബിൾ ടു അച്ചീവ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഇലക്ട്രിക്കൽ ആക്ച്വലി ഈ ഒരു കേസിലാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അല്ലേ? ബക്ക് ബൂസ്റ്റിൽ എന്തായിരുന്നത്? ഈ ഒരു മാനറിലാണ് കണക്ഷൻ ഉണ്ടായത്, ഡയറക്റ്റ് കണക്ഷനാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ബക്ക് ബൂസ്റ്റിൽ എങ്ങനെയാണ് കണക്ട് ചെയ്ത് നോക്കുക. ബക്ക് ബൂസ്റ്റിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെയാണ് സോഴ്സ് വരുന്നത്, ഇവിടെയാണ് സ്വിച്ച് വരുന്നത്, ഇവിടെ ഇൻഡക്ടർ വരുന്നത് അല്ലേ? അപ്പം ബക്ക് ബൂസ്റ്റിൽ ഡയറക്റ്റ് കണക്ഷനാണ്. ഇനി ഫ്ലൈബാക്കിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ ബക്ക് ബൂസ്റ്റിലുള്ള കണക്ഷനെ മോഡിഫൈ ചെയ്തിരിക്കുകയാണ് ആക്ച്വലി ഫ്ലൈബാക്ക് കൺവേർട്ടറിൽ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഡയറക്റ്റ് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് ഐസൊലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻഡക്ടറിന് പകരം നമ്മൾ 2 ഇൻഡക്ടർ വെച്ചു. അപ്പോൾ ഇൻഡക്ടർ എന്താണ് ആക്ട് ആസ് എ ട്രാൻസ്ഫോമർ ആൻഡ് ദർ ഷുഡ് ബി ആൻ ഐസൊലേഷൻ. അതൊരു മാഗ്നറ്റിക് ഐസൊലേഷൻ പോസിബിൾ ആണ്. ഓക്കെ. അപ്പോൾ ബൈ പ്ലേസിങ് എ സെക്കൻഡ് വൈൻഡിങ് ഓൺ ദ ഇൻഡക്ടർ, അതായത് നമ്മൾ സെക്കൻഡ് വൈൻഡിങ് വെച്ചിട്ട് എന്താണ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ കിട്ടി. ഫിഗർ ബി ഷോ ദി കൺവേർട്ടർ സർക്യൂട്ട് വേർ 2 വൈൻഡിങ് ഇൻഡക്ടർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഇറ്റ്സ് അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട്. ഓക്കെ. ഇനി നമ്മൾ ബക്ക് കൺവേർട്ടറിൽ പറഞ്ഞ പോലെ സ്വിച്ച് ഓൺ, സ്വിച്ച് ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ സ്വിച്ച് ഓൺ ആവുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ ഉണ്ടാവുക? സ്വിച്ച് ഓൺ ആവുമ്പോൾ ഇതാണ് നമ്മുടെ കൺവേർട്ടർ. അപ്പോൾ സ്വിച്ച് ഓൺ ആകുമ്പോൾ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, സ്വിച്ച് ഓണായി അല്ലേ? അപ്പം ഇൻഡക്ടർ N1 ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് വരും. N2 നമ്മൾ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഇവിടെ ആയിരിക്കും പ്ലസ് വരിക, ഇവിടെ ആയിരിക്കും മൈനസ് വരിക. അപ്പോൾ എന്ത് പറ്റും? ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡിൽ നെഗറ്റീവ് വരും അല്ലേ? ഇൻഡക്ടറിൻ്റെ നെഗറ്റീവ് വോൾട്ടേജ് വരും. അപ്പോൾ ഡയോഡ് എന്തായിരിക്കും? റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആകുമ്പോൾ അത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ഡയോഡ് ഓപ്പൺ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ പൊളാരിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് മൈനസ്, പ്ലസ് മൈനസ്, മൈനസ് പ്ലസ്, ഡയോഡ് ഓപ്പൺ. ഓക്കെ. V0 ലോഡ്. അപ്പോൾ ഇതാണ് സ്വിച്ച് ഓൺ ആയിരിക്കുന്ന ടൈമിൽ. ഓക്കെ. ഇനിയിപ്പം എന്താണ് വോൾട്ടേജസ് വരക്കാൻ പറഞ്ഞാൽ എന്ത് വരക്കും? വേവ് ഫോംസ് വരക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും? ഇൻപുട്ട് വോൾട്ടേജിൻ്റെ വേവ് ഫോം വരക്കാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് എന്തായിരിക്കും വരിക? എന്താണോ VD, ഇതിപ്പം T ഓൺ ആകുമ്പോൾ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് ഈ ഇൻഡക്ടർ 1 അക്രോസ് ഇതാണ് V1, ഇവിടെയുള്ളത് V2 എന്ന് അസ്യൂം ചെയ്യുക. അപ്പം V1ൻ്റെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഹയർ കിട്ടും, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുക? സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ ഓൾറെഡി അതിലൊരു ഒരു എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ ഒരു നെഗറ്റീവ് വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും എന്തുണ്ടാവുക? നമ്മുടെ V1ൻ്റെ വേവ് ഫോം ഉണ്ടാവുക. ഓക്കെ. ഇനി കറണ്ട്, ഇൻഡക്ടർ കറണ്ട്, ഇനീഷ്യലി ഉള്ള ഇൻഡക്ടർ കറണ്ട് എങ്ങനെയായിരിക്കും? നമ്മൾ ബക്കിൽ വരച്ച് എപ്പോഴാണോ സ്വിച്ച് ഓൺ ആക്കുന്നത് അപ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യും, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കറണ്ട് ഡിക്രീസ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനി സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത് V1 വരച്ചു, V2 വരക്കാൻ പറഞ്ഞാലോ V1ൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തുണ്ടാവുക? V2. ഇനീഷ്യലി നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, ഇങ്ങനെ ആയിരിക്കും V2 ഉണ്ടാവുക. ഓക്കെ. ഇതായി IL, ഇലക്ട്രിക് കറണ്ട് IL, ഇത് V1, V2. ഓക്കെ. ഇനി നമ്മുടെ ഡയോഡ് കറണ്ട് ID, നമ്മുടെ ഡയോഡ് കറണ്ട് ID എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഡയോഡ് കറണ്ട് ID എങ്ങനെ ഉണ്ടാവും?
നമുക്ക് ഇത് ഇറേസ് ചെയ്തിട്ട് അടുത്ത് വരക്കാം. ഡയോഡ് കറണ്ട് ഐ ഡി സ്വിച്ച് ഓണായിരിക്കുന്ന ടൈമിൽ നമ്മൾ ഈ സ്വിച്ച് ഓണായിരിക്കുന്ന ടൈമിൽ എന്തുണ്ടാവില്ല, സ്വിച്ച് ഓണായിരിക്കുന്ന ടൈമിൽ ഡയോഡ് ഓഫാണ്. അപ്പോൾ സ്വിച്ച് ഓൺ ആയിരുന്ന ടൈമിൽ അത്രയും ഡയോഡ് ഓഫാണ്. ഇനി സ്വിച്ച് എപ്പോഴാണോ ഓഫാക്കുന്നത് അപ്പോൾ ഡയോഡ് ഓൺ ആവും. അപ്പോൾ ആ ടൈമിൽ ഡയോഡ് വഴി കണ്ടക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വേവ് ഫോംസ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ ഓരോ ടെക്സ്റ്റിൽ ഓരോ രീതിയിലുണ്ടാവും. അതിൻ്റെ 2 ഫിഗർ. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയ കേസിൽ ഇവിടെ ഒരു മാഗ്നറ്റൈസിങ് ഇൻഡക്ടർ കൂടി എല്ലാ ടൈമിലും ഇവർ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 കേസിലും നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പോൾ ഈ ഒരു ഫിഗർ വരച്ചാൽ മതി. ഈ ഒരു ഫിഗർ വരക്കണമെന്നില്ല, എല്ലാം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ when switch is on, the inductor stores energy from the source. The diode is reverse biased and is off. The inductor current rises linearly from a reference value. ഓക്കെ, പറഞ്ഞ കാര്യം തന്നെ. ഇനി സ്വിച്ച് ഓഫ് ആകുമ്പോൾ എന്താ സംഭവിക്കാം? സ്വിച്ച് ഓഫ് ആകുമ്പോൾ എന്തായിരിക്കും? സ്വിച്ച് ഓഫാണ്. അപ്പോൾ ഇനീഷ്യലി പ്ലസ് മൈനസ് ആയിരുന്നു ചാർജ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുമ്പം സഡൻലി ഇൻഡക്ടറിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും അല്ലേ? അപ്പോൾ ഇൻഡക്ടറിൻ്റെ പൊളാരിറ്റി മുകളിൽ മൈനസും താഴെ പ്ലസ്സും ആയിട്ട് റിവേഴ്സ് ചെയ്തു. അതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഇവിടെ താഴെ പ്ലസ്സും മുകളിൽ മൈനസും വരുമ്പം ഇൻഡക്ടറിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും V2 വരിക. V2 മുകളിൽ പ്ലസ്സും താഴെ മൈനസും വരും അല്ലേ? അപ്പോൾ V2 പ്ലസ്സും മൈനസും വരുമ്പോൾ ഡയോഡിൻ്റെ ഇവിടെ പ്ലസ് വരും. ഡയോഡിൻ്റെ ഫസ്റ്റ് സൈഡിൽ പ്ലസ് വരുന്ന സമയത്ത് ഡയോഡ് എന്താവും? ടേൺ ഓൺ ആവും. അപ്പോൾ അതാണ് ഡയോഡ് ടേൺ ഓൺ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ റെപ്രസെൻറ്റേഷൻ എപ്പോഴും പ്ലസ്, ഈ ഒരു ഫിഗറിൽ പ്ലസ്സും മൈനസും പ്ലസ്സും തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ ഒരു രീതിയിൽ കാണിക്കില്ല, കാരണം അത് ആ സ്വിച്ചിങ് ടൈമിൽ റിവേഴ്സ് ചെയ്യുന്നത് കൊണ്ട് കാണിക്കില്ല. ബട്ട് നിങ്ങളുടെ എക്സാമിന് വരയ്ക്കേണ്ടത് ഈ ഒരു ഫിഗറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് മൈനസും പ്ലസ്സും ഉള്ളത് പ്ലസ്സും മൈനസും ആയിട്ട് മാറി. ഓക്കെ, അതായത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇൻഡക്ടർ പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് പ്ലസ്സും മൈനസും ആയി, ഇവിടെ പ്ലസ്സും മൈനസും ആയി. അതുകൊണ്ട് ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയി. ഓക്കെ, ക്ലിയർ അല്ലേ? സ്വിച്ച് ഓഫ് ചെയ്യുന്ന ടൈമിൽ. ഇനി ബാക്കി നോക്കാം. When switch is off, the inductor polarity reverses, so the diode is forward biased. The stored energy in the inductor is given to the load capacitor. The ripple current is filtered by the capacitor and pure current is given to the load. അതൊന്നുമില്ല, ജസ്റ്റ് എന്താണ് നമ്മളൊരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് റിപ്പിൾസിന്, വോൾട്ടേജ് റിപ്പിൾസൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കപ്പാസിറ്റർ റിപ്പിൾസിനെ എന്താണ് അബ്സോർബ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ വേവ് ഫോംസ് നോക്കാം. അപ്പോൾ വേവ് ഫോംസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് പറയാനുള്ളത്. അതാണ് V1ൻ്റെ വേവ് ഫോം. V1 സ്വിച്ച് ഓൺ ആകുമ്പോൾ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഒരു VD വോൾട്ടേജ് ഉണ്ടാവും. ഇനി സ്വിച്ച് ഓഫ് ആകുമ്പോൾ എന്തുണ്ട്? ഒരു വോൾട്ടേജ് ഉണ്ട് അല്ലേ? സ്വിച്ച് ഓഫ് ആകുമ്പോഴും ഒരു വോൾട്ടേജ് ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഒരു നെഗറ്റീവ് വോൾട്ടേജ് ഉണ്ട്. കാരണം അതിന് ഇൻഡക്ടർ ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് ഒരു നെഗറ്റീവ് വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ അതാണ് -N1/N2 × VO എന്ന് കാണിച്ചിരിക്കുന്നത് അല്ലേ? ഇതെന്തുകൊണ്ടാണ് -N1/N2 × VO കാണിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഒന്നുമില്ല, നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ പ്രകാരം ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ പ്രകാരം എന്താണ്? V1/V2 = ടേൺസ് റേഷ്യോ N1/N2 എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ സ്വിച്ച് ഓഫ് ആവുന്ന കേസിൽ V2 എന്താണ്? -VO ആണ് V2 വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു? V1 = N1/N2 × V0 അല്ലെങ്കിൽ -VO എന്നുള്ള ഇക്വേഷൻ വരുന്നത്. അതുകൊണ്ടാണ്
N1/N2 ഇൻറ്റു വി ഒ എന്ന് എഴുതിയത്. ഓക്കെ, ഇനി ഫ്ലക്സ് അല്ലെങ്കിൽ ഇൻഡക്ടർ കറണ്ടിൻ്റെ ഒക്കെ വേവ് ഫോമാണ്. ഫ്ലക്സിൻ്റെ വേവ് ഫോം എന്താണ്? നമുക്ക് ഇൻഡക്ടർ കറണ്ടിൻ്റെ വേവ് ഫോം വരച്ചാൽ മതി. അത് ഇൻക്രീസ് ചെയ്യും, സ്വിച്ച് ഓൺ ആകുമ്പോൾ ഇൻക്രീസ് ചെയ്യും, സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഡിക്രീസ് ചെയ്യും, സെയിം തന്നെ. ഇനി ഡയോഡ് എന്താണ്? ഓൺ ആകുമ്പോൾ ഡയോഡ് വഴി നമ്മുടെ സ്വിച്ച് ഓൺ ആകുമ്പോൾ ഓൾറെഡി പറഞ്ഞു ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആവും, അപ്പോൾ ഡയോഡ് വഴി കറണ്ട് ഇല്ല. സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഡയോഡ് വഴി ഇൻഡക്ടർ വഴി ഫ്ലോ ചെയ്യുന്ന സെയിം കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും വരച്ചിരിക്കുന്നത്. ഇവ രണ്ട് ടെക്സ്റ്റിന് എടുത്തുനിന്ന് മാത്രം. V1ൻ്റെ വേവ് ഫോം. ഇനി V1ൻ്റെ വേവ് ഫോം, V2ൻ്റെ വേവ് ഫോം. V2 എന്തായിരിക്കും വരിക? V1 ഇൻറ്റു ടേൺസ് റേഷ്യോ N2/N1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? V2 കിട്ടും. അപ്പോൾ V2ൻ്റെ വേവ് ഫോം തന്നെ സെയിം വേവ് ഫോം തന്നെ വരിക. ബട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻ ടേംസ് ഓഫ് N2ൻ്റെ ടേംസിൽ ഇൻ ടേംസ് ഓഫ് N2/N1 ഇൻറ്റു VS എന്ന് എഴുതിയിട്ട് മാർക്ക് ചെയ്തു. സെയിം തന്നെയാണ് വരിക, പക്ഷെ നമ്മൾ ഈ രീതിയിൽ മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്തത് IM, അതായത് ഇൻഡക്ടർ കറണ്ട്. ഓൾറെഡി പറഞ്ഞ വേവ് ഫോം തന്നെയാണ്. ഡയോഡ് കറണ്ട് സെയിം. ഓക്കെ, അപ്പോൾ ഏത് കറണ്ട് അല്ലെങ്കിൽ ഏത് വോൾട്ടേജിൻ്റെ വേവ് ഫോമും നിങ്ങൾക്ക് ഇതുപോലെ വരച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇതും പല എക്സാംസിനും ചോദിക്കാറുണ്ട്. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? V1 ഇൻറ്റു ടി ഓൺ മൈനസ് V0/N ഇൻറ്റു ടി ഓഫ് ഇസ് ഈക്വൽ ടു 0 എന്നെടുത്തു. അതായത് ആവറേജ് വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ 0 എന്നെടുത്തു. അപ്പം ഇനീഷ്യലി ഉള്ള വോൾട്ടേജ് V1 ആണ് നമ്മളെ ഫസ്റ്റ് ഉള്ള വോൾട്ടേജ് അല്ലേ. V1 ആണ് നമ്മൾ ഫസ്റ്റ് ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. അതുകൊണ്ട് അത് V1 ഇൻറ്റു ടി ഓൺ എന്നെടുത്ത്. ഇനി ഓഫ് ആകുന്ന സമയത്ത് എന്തായിരിക്കും? V1 എന്താണ്? V1ന് നമ്മൾ N1/N2 ഇൻറ്റു വി ഒ എന്ന് എഴുതി അല്ലേ, മൈനസ് N1/N2 ഇൻറ്റു വി ഒ എന്ന് എഴുതി. അപ്പോൾ അതിനെ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് മാറ്റി. അതായത് മൈനസ് വി ഒ ഇൻറ്റു N1/N2ന് പകരം നമുക്ക് എന്ത് എഴുതാം? ടേൺസ് റേഷ്യോക്ക് പകരം നമ്മൾ സ്മോൾ ലെറ്റർ N കൊണ്ട് ഡിനോട്ട് ചെയ്തു. അപ്പോൾ അതാണ് മൈനസ് വി ഒ ഇൻറ്റു ടി ഓഫ് എന്ന് എഴുതിയത് അല്ലേ. അപ്പോൾ നമുക്ക് V1 ഇൻറ്റു ടി ഓൺ മൈനസ് VO/N ഇൻറ്റു ടി ഓഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പം ടി ഓണിന് ഇനി എന്ത് എഴുതി? DT എന്ന് എഴുതി. ടി ഓഫിന് T മൈനസ് ടി ഓൺ എന്ന് എഴുതി നമുക്ക് എഴുതാം. കാരണം ടി ഓൺ പ്ലസ് ടി ഓഫ് ആണ് ടി വരുന്നത്. അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ VO/V ഇൻ ഈസ് ഈക്വൽ ടു N ഇൻറ്റു D/1 മൈനസ് D എന്ന് കിട്ടി. അപ്പോൾ ഈ D/1 മൈനസ് D എന്താണ്? നമ്മുടെ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ സെയിം തന്നെയാണ്. അതിൽ നമ്മുടെ ട്രാൻസ്ഫോമർ ടേൺസ് റേഷ്യോ N കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അതാണ് നമ്മുടെ ഫ്ലൈബാക്ക് കൺവേർട്ടറിൻ്റെ VO/VNൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫ്ലൈബാക്ക് കൺവേർട്ടറിൽ പറയാനുള്ളത്. അപ്പോൾ ഫിഗർ പഠിക്കുക, ഓൺ ആകുമ്പോഴും ഓഫ് ആകുമ്പോഴുള്ള കണ്ടീഷൻസ് പഠിക്കുക, വേവ് ഫോംസ് പഠിക്കുക, ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് പഠിക്കുക. ഓക്കെ, അപ്പോൾ അധികം പറഞ്ഞു നീട്ടുന്നില്ല. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫോർവേഡ് കൺവേർട്ടറാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.